ഏതൊരു കർമ്മിയുടെയും സ്വകാര്യ അഹങ്കാരമാണ് ചാത്തൻ. കാരണം ഏതൊരു കർമ്മത്തിനായാലും ശരി, അത് മാന്യമായ കർമ്മങ്ങൾ, ഒരാളെ ദ്രോഹിക്കാത്ത അത്തരം കർമ്മങ്ങൾക്കൊക്കെ നമുക്ക് ചിലപ്പോൾ വേറെ ആരും ഉണ്ടാവില്ല. പൂജയ്ക്കൊക്കെ പോകുമ്പോൾ, അതുപോലെ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അത്രയും ശക്തമായിരിക്കുന്ന ചില പ്രതിബന്ധങ്ങളൊക്കെ നേരിടുന്ന ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ സമയത്ത് മാർവത്ത് നെഞ്ചിൽ കൈ വെച്ചിട്ട് എൻ്റെ വിഷ്ണുവായി അല്ലെങ്കിൽ ചാത്ത എന്ന് പറഞ്ഞിട്ട് കൈ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക കഴിവാണ്. കഴിവെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. എനിക്കൊക്കെ പലപ്പോഴും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ പെട്ടുപോകുക എന്നുള്ളത്, കാരണം കർമ്മത്തിൽ തന്നെ ഇപ്പോൾ ബാധാമൂർത്തികൾ തന്നെ ഇപ്പോൾ കർമ്മങ്ങൾ ചെയ്തിട്ട് ചില സമയത്ത് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അത് ഈ ബാധകളൊക്കെ കയറിയിട്ടുള്ള ആളുകൾ ഭയങ്കരമായിട്ട് ഓവർ ആക്ഷനൊക്കെ ഇട്ടിട്ട് ഒരു നമ്മളെന്താണ് ഇരിക്കാനായിട്ട് സമ്മതിക്കില്ല. സ്വതവേ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ബാധാമൂർത്തികളുടേതായ സാന്നിധ്യങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് ഉണ്ടാവുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ വ്യക്തികളാവും ഉണ്ടായിരിക്കുക, ഈ ബാധാമൂർത്തികളോ മറ്റോ അല്ലെങ്കിൽ പ്രേത ദുരിതങ്ങളൊക്കെ ഉള്ളത് അവർ എവിടെയാണ് അവർ വീട് വെച്ചാൽ അവിടെ ആയിരിക്കും. ഈ വ്യക്തികളുടെ വീട് എവിടെ വെച്ചെങ്കിൽ അവരവിടെ ആയിരിക്കും. ഇവരെ പിന്തുടരുന്നുണ്ട് എങ്കിൽ തന്നെ ഇവരുടെ ഒപ്പം എത്തില്ല. പക്ഷെ ഈ കർമ്മങ്ങൾ ഇങ്ങനെ എണ്ണം കൂടി 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 വരുമ്പോൾ, ചെയ്യുന്ന കർമ്മങ്ങൾ മന്ത്രസംഖ്യ എണ്ണം കൂടി കൂടി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തികൾക്ക്, ആ പ്രേത സാന്നിധ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റേ മൂർത്തികൾക്ക് അവിടെ ഇരിക്കപ്പുറതി ഉണ്ടാകില്ല. അവര് ഈ വ്യക്തിനെ തേടി വരും. ആ വരവ് ഓരോ അടുത്തെത്തും തോറും, സെക്കൻഡ് അല്ലെങ്കിൽ നാഴിക അല്ലെങ്കിൽ അടുത്തെത്തും തോറും ഇവരിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിരിക്കും. ഇവർക്ക് കൂട്ടുവായി വരിക, അല്ലെങ്കിൽ തലവേദന എടുക്കുക, അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുക, അവർ തന്നെ സംസാരിക്കുക, അല്ലെങ്കിൽ എടുത്തെടുത്ത് എറിയുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു സാന്നിധ്യം, മറ്റൊരാളുടെ ഒരു ഇത് ഇയാളിലേക്ക് ഉണ്ടാകുക. കാരണം ഇയാളല്ല സംസാരിക്കുന്നത്, ഇയാളുടെ പ്രവർത്തിക്കുന്ന ഓരല്ല, അങ്ങനെ മനസ്സിലാക്കുന്ന തരത്തിൽ. അപ്പൊ അതൊക്കെ നമുക്ക് കാണാൻ ചിലപ്പോൾ അവിടെ നിന്ന് എണീറ്റിട്ടോ കൈ എടുത്തിട്ട് നമ്മൾ അടിക്കാനോ അല്ലെങ്കിൽ പിടിക്കാനോ കൂടി വരിക. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് ജപിച്ച് കഴിഞ്ഞാൽ അവനെ അനങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ സമയത്ത് സ്വല്പം മരുന്നെല്ലൊക്കെ എടുത്തിട്ട് ജപിച്ച് അദ്ദേഹത്തിന്റെ നേരെ ഏതാ ശക്തി വെച്ച് ആ ശക്തിയെ നമ്മൾ പ്രതിരോധിക്കാനായിട്ട്, കാരണം ആ സമയത്ത് ഒരു കർമ്മിയുടെ ദയനീയാവസ്ഥ അദ്ദേഹം അത് മനസ്സിലാക്കും. അതായത് ഉപാസനമൂർത്തിയായ ആ ചാത്തൻ അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് എല്ലാം ഇരിക്കുന്നതാണ്. ഏതൊരു കർമ്മിക്കും അവർ ഇങ്ങനെ ആക്ഷൻ കാട്ട് കർമ്മം ചെയ്യാന്ന് പറയുന്ന സംഭവമുള്ളൂ. പക്ഷേ അതിന്റെ ഒറിജിനാലിറ്റി ഇരിക്കുന്നത് ഇവർ ദൈവങ്ങളുടെ കയ്യിലും ഗുരുമുത്തച്ഛന്റെ കയ്യിലായിരിക്കും. കർമ്മികള് അങ്ങനെ അതൊക്കെ കാണിക്കുന്നുള്ളൂ, പണിയെടുക്കുന്നില്ല, പ്രയത്നിക്കില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ ഇതിന്റെ അന്തസത്ത ശരിക്കും മെയിൻ ശക്തി കിടക്കുന്നത് വിഷ്ണുമായ അല്ലെങ്കിൽ നമ്മുടെ ഗുരു ആരുടെയാണെങ്കിൽ അവരുടെ ഉപാസനമൂർത്തികളുടെ കയ്യിലാണ്. അതിലുപരി അവിടുത്തെ ഗുരുമുത്തച്ഛന്റെ കയ്യിലാണ്. അപ്പൊ ആ ഗുരുമുത്തച്ഛന്റെ നേതൃത്വത്തിലാണ് ആ കുടുംബത്തിലേതായ ധർമ്മദേവാദികളോ മറ്റേതോ ഒരു മൂർത്തികളുണ്ട് വെച്ചാലും അവരിറങ്ങുക. അപ്പൊ ഞാനാണ് ഇപ്പൊ കർമ്മി എന്ന് വിചാരിക്കുക, എന്റെ അനുസരിച്ചായിരിക്കും എൻ്റെ ഒപ്പം എന്നെ സഹായിക്കുന്ന ആളുകൾ ഇന്നതും ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന മാതിരി വരണം, അല്ലെങ്കിൽ അവർ വരുന്ന സമയത്ത് നമ്മൾ ഇന്നതമായിരിക്കണം ഒരുക്കേണ്ടത്, അല്ലെങ്കിൽ കർമ്മങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, അങ്ങനെ പ്രത്യേകം ഒരു ഡയറക്ഷൻ കൊടുത്തിരിക്കും. അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കർമ്മ കർമ്മത്തിലേക്ക് വരേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് നമ്മളെ സഹായിക്കേണ്ട ആളോട് നോക്കിയാൽ മതി, ആൾക്കറിയാം ചിലപ്പോൾ നമ്മൾ അടുത്തത് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ പോരായ്ക എന്നുള്ളത് ആ കർമ്മം ചെയ്തു വരുന്ന ആ ഭാഗത്ത് ആ സമയത്ത് അപ്പോൾ അത് നമ്മൾ എന്തോ കുറവുണ്ട് എന്നുള്ള ആൾക്ക് മനസ്സിലാകും. അപ്പൊ ഇപ്പൊ ഏതാ ചെയ്യുന്ന കർമ്മം ഇപ്പൊ എന്നിട്ട് കുറവ് അപ്പൊ നോക്കുമ്പോൾ ആൾക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ ഈ ഗുരുക്കന്മാർക്ക് ഇപ്പൊ ഞാനാൻ കർമ്മയിച്ചിങ്ങനെ എൻ്റെ അച്ഛൻ, എൻ്റെ അച്ചാച്ചൻ്റെ മുത്തച്ഛൻ, അവരെല്ലാവരും അവരെ മുഴുവൻ ഫോഴ്സ് എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പൊ എനിക്ക് ഏതൊരു തകർച്ച വരണ വെച്ചെങ്കിൽ അവർ ആ തകർച്ചേനെ അവർ മേക്കപ്പ് ചെയ്യാനായിട്ട് അവർ കഴിയും. അവര് അടിച്ചു കളയുമെന്ന് ആരാ വരണ വെച്ചെങ്കിൽ, അതായത് എൻ്റെ സന്താനത്തിന്റെ നേരെ അല്ലെങ്കിൽ എൻ്റെ മകന്റെ, എൻ്റെ കർമ്മിയുടെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തേക്ക് ആരാമൻ കയറി വന്നിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ എന്നുള്ള വ്യാജേന അതിനെ നീക്കം ചെയ്യാനായിട്ട് അവർക്ക് കഴിയും. അപ്പോ ഏതൊരു വ്യക്തികളും ചിലവര് എൻ്റെ വിഷ്ണുമായി എന്ന് പറഞ്ഞിട്ട് ചിലവർ കൈ വയ്ക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ചിലവർ ചാത്ത, എൻ്റെ കുട്ടിച്ചാത്ത, അങ്ങനൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയും ആത്മാർത്ഥമായിട്ട് നമുക്ക് കൂടെ നിൽക്കാൻ എന്താണ് കട്ടയ്ക്ക് നിൽക്കാനായിട്ട് എന്താ കാരണം എന്ന് വെച്ചാല്
അതിര് ഇല്ലാത്ത അത്ര സ്നേഹത്തിനോട് അദ്ദേഹത്തിനോട് അത്രയും ബഹുമാനം, ഭയഭക്തി ബഹുമാനം. അതേപോലെ തന്നെ അദ്ദേഹത്തിനെ നിത്യം വിളക്ക് വെക്കുക, നിത്യം ആരാധിക്കുക. ഇപ്പോ എന്താണ്, പുലർച്ചെ 3 മണിക്ക് എന്നിട്ട് ഒറ്റക്കാലം നിൽക്കണമെന്നില്ല, അങ്ങനെ നിന്നിട്ടും കാര്യമില്ല. അപ്പൊ അദ്ദേഹത്തിനെ നമ്മൾ ചെയ്യുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ രാവിലെ എണീറ്റു കുളിച്ചു, അദ്ദേഹത്തിന് വേണ്ടുന്ന പരിപാലനം കഴിഞ്ഞു. ഇപ്പൊ ജോലിയുള്ള ആണെങ്കിൽ നേരത്തെ എണീക്കാം. ഇപ്പോൾ പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഇട്ട് കുളിച്ചുകൊണ്ട് അബദ്ധമുണ്ടായിട്ടൊന്നല്ല, അതിന് അതിൻ്റെതായൊരു ചൈതന്യങ്ങൾ ഉണ്ടായിരിക്കും, ശക്തിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെ ആണെന്ന് വിചാരിച്ചിട്ട് ഇപ്പോ പുലർച്ചെ 3 മണിക്കോ 2 മണിക്കോ വെള്ളത്തിൽ മുങ്ങാൻ പറ്റാത്ത പല ആളുകളുണ്ട്. നേരം എടുത്തിട്ടും തലയിൽ വെള്ളം ഒഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മനസ്സുകൊണ്ടുള്ള അടുപ്പുണ്ട് അദ്ദേഹത്തിനായിട്ട്. ആ അടുപ്പ് അദ്ദേഹത്തിന് അറിയാം. അടുപ്പാണ്, അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും കാട്ടിയിട്ട് കാര്യമില്ല, ഓരോ ചെയ്ത്തുകൾ ചെയ്തിട്ട് കാര്യമില്ല. അതെന്ത് ചെയ്യണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആ നമ്മളെ നോട്ടം കൊണ്ട് നമ്മുടെ കൂട്ടുകാരൻ മനസ്സിലാക്കുന്ന പോലെ, സഹായി മനസ്സിലാക്കുന്ന പോലെ തന്നെ ഓരോ ഭാവവും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ചെയ്തികളൊക്കെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കർമ്മിക്ക് ഏതൊരു തളർച്ച വന്നാലും ആ ഓരോരോ ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ കരുതല് ഉണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പൊ മൂർത്തികള് ഞാൻ പറഞ്ഞു, അവരുടെ സാന്നിധ്യം വരികയാണെങ്കിൽ ചിലരൊക്കെ എണീറ്റ് അട്ടഹസിക്കും, ചിലർ ചാടും, ചിലർ കൂട്ടുവായിടും, ചിലർ കിടക്കും, അല്ലെങ്കിൽ ഒഴിയാൻ സമ്മതിക്കില്ല, അരിനെല്ലൊക്കെ എടുത്ത് ഒഴിയാനായിട്ട് സമ്മതിക്കില്ല, അല്ലെങ്കിൽ അവർ എണീറ്റ് ഓടാനൊക്കെ ആയിട്ട് നിൽക്കും. ആ സമയത്ത് അല്ലെങ്കിൽ കർമ്മീനെ ഉപദ്രവിക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്ന പല സന്ദർഭങ്ങളുണ്ടായിരിക്കും. ആ സമയത്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചിലപ്പോൾ ജപിക്കുന്ന വേറെ മന്ത്രമായിരിക്കും, സുദർശനായിരിക്കും, ചിലപ്പോൾ സുദർശനായിരിക്കും, പ്രത്യങ്കരായിരിക്കും, മറ്റേതോ ആയിരിക്കും, അഘോര ഏതോ എണ്ണം ജപിക്കേണ്ടതായിരിക്കും. പക്ഷെ ആ ജപിക്കുന്നതൊക്കെ ആണെങ്കിൽ തന്നെ അത് അതിന്റെ മുറ പോലെ പോവും. പക്ഷെ നമുക്കൊരു വ്യസനം വന്നു കഴിഞ്ഞാൽ ഡച്ച എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമുക്ക്, ഭഗവാനെ അത് ഞാൻ ജപിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും നമുക്ക് അത് ആകുന്നില്ല കേട്ടോ, ഒന്ന് അടുപ്പിച്ച് തരേ എന്ന് പറയണമെങ്കിൽ ഈ സുദർശനത്തോട് നോക്കി പറയില്ല, സുദർശനാവും ജപിക്കണ്ടായിരിക്കുക, അല്ലെങ്കിൽ യമരാജാവും പ്രത്യങ്കരാവും ശൂലിനിയാവും എന്തോ വേണമെങ്കിൽ ജപിക്കണ്ടാവും. പക്ഷെ ആ ശൂലിനി എനിക്ക് അതൊന്നും ആയില്ല കേട്ടോ എന്ന് പറയില്ല. ആ സമയം ഭഗവാൻ വിഷ്ണുവായി, എൻ്റെ മുത്തച്ഛ, എൻ്റെ അച്ഛ, എനിക്ക് ആ കാര്യം, അല്ലെങ്കിൽ ഇത്രയും നമ്മളായി, നമുക്കത് അടുക്കുന്ന ഒരു ഘട്ടമില്ല, അല്ലെങ്കിൽ ആളുടെ ഭാവത്തിലൊരു മാറ്റം, വ്യത്യാസമില്ല. തുടക്കത്തിലുള്ള അതേപോലെ തന്നെ ഇപ്പോഴും ചെയ്യണത്. ഞാൻ എന്താ ചെയ്യണ്ടേ? നമുക്കിങ്ങനെ പലപ്പോഴും അങ്ങനെ ഒരു ടെൻഷൻ എടുക്കേണ്ട ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ ചെയ്യാ? കാരണം തുടക്കത്തിലുള്ള അതേപോലെ തന്നെയാണ് അവസാനമാകുമ്പോഴും, അതൊരു കാലത്തിൽ 10 മണി തൊട്ടിട്ട് 4 മണി വരെയും അതേ സംഗതികളൊക്കെ ഉണ്ടാകുക. അങ്ങനൊക്കെ എന്ന് പറഞ്ഞാല്, എന്നെ സംബന്ധിച്ച് പറഞ്ഞാല്, നമുക്ക് അത് ആവാഹിക്കുന്ന സമയത്ത് അവരങ്ങനെ കാണിക്കുകയാണെങ്കിൽ 1-2 തവണ കാണിക്കുള്ളൂ. അതല്ല എൻ്റെ അപ്പുറത്താന്ന് പറഞ്ഞ എൻ്റെ സ്വാമി എന്ന് പറഞ്ഞ് നെഞ്ഞത്ത് അങ്ങനെ ഒരു പെട്ട പിടിച്ചു കഴിഞ്ഞാല് അവിടെ വീണിരിക്കും, ആള് വീണിരിക്കും. പിന്നേക്കൊരു ആവാഹിക്കേണ്ടി വരില്ല. അപ്പൊ അത് ആ കരുതലാണ്. എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭഗവാൻ അത് അവരെ വെറുതെ വിടില്ല, അത് അവരെ കൊന്നു കളയുന്നല്ല. എൻ്റെ ഡ്യൂട്ടി എന്താ, വന്ന ആപത്ത് ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ വ്യക്തിക്ക്, ആ വ്യക്തിയുടേതായ ശരീരത്തിലോ കുടുംബത്തിലോ ഉപദ്രവിക്കുന്നതായ ബാധകളെ, അപ്പൊ അതിനെ അവരിൽ നിന്ന് അതിനെ നീക്കം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ വിട്ടിരിക്കുന്നത്, അവരെ മുഖത്തേക്ക് വിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ വ്യക്തിനെ ഇല്ലായ്മ ചെയ്യാനോ നശിപ്പിക്കാനോ, അവന്റെ സ്ഥാപനമാവാം, അവന്റെ വീടാവാം, വ്യക്തിബന്ധങ്ങളാവാം, ഭാര്യ ഭർത്താക്കന്മാരെ ആവാം, അതേപോലെ തന്നെ അവന്റെ വാഹനങ്ങളായിരിക്കാം, എല്ലാം നഷ്ടപ്പെടുന്നതിന് വേണ്ടി മറ്റുള്ളവർ ചെയ്തു വിട്ടിട്ടുണ്ടെങ്കിൽ, അപ്പൊ അവര് ചെയ്തു വിടാന്ന് പറഞ്ഞാല് നല്ല ചെറിയ എന്തെങ്കിലും ഒരു വിളക്കുമാല പായസം കഴിച്ചിട്ടൊന്നും ആവില്ല. അവര് അത്രയും ഏറ്റുമുട്ടാൻ പറ്റിയ ടീമാണ് വെച്ചെങ്കിൽ അവര് ചാക്കിലോ അല്ലെങ്കിൽ സഞ്ചിയിലൊക്കെ പൈസ കൊണ്ടുപോയാലും കെട്ടുകണക്കിന് കൊണ്ടുപോയിട്ടാവും തിരിമറി ചെയ്തിട്ടുണ്ടാകുക. ഏത് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടാകുക. അപ്പോൾ പൈസയുടെ കനം കൂടുന്നതിനനുസരിച്ച് ഈശ്വരന്റെ പൈസ വേണ്ട, പക്ഷെ അതില്ലാണ്ടൊരു കാര്യം നടക്കൂലല്ലോ. ആ ഈശ്വരൻ തന്നെ കെട്ടുമട്ടൊക്കെ ആയിട്ട് വരണ ഇതൊക്കെ വേണം. പക്ഷെ അതിനെ അത്രയും വെക്കുമ്പോ ആ മേടിക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും ഒരു ഉത്സാഹമുണ്ട്. മമ്മി എന്തായാലും കാര്യം നടത്തണട്ടാ, കാര്യം നടത്തണം. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പൊ അത് അങ്ങനെ കയ്യിൽ നിറയെ പൈസയാ. അപ്പൊ അത് പറയുമ്പോ എന്ന് പറഞ്ഞാൽ എത്ര വേണ്ടാന്ന് വെക്കണ്ടായാലും ശരി, പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മനസ്സ് എന്തായാലും മാറും. കാരണം നമുക്ക് ആഗ്രഹമുള്ളതും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും പൈസയാണ്. അപ്പൊ പൈസക്ക് വേണ്ടിയിട്ട് ഒരാളെ ദ്രോഹിക്കാൻ പറ്റില്ല, മോഷ്ടിക്കാൻ പറ്റില്ല. അപ്പൊ കയ്യിൽ വന്നിരിക്കുന്നതായ സാധനത്തിനെ തട്ടിക്കളയാൻ ആരും
ശ്രമിക്കില്ല. എല്ലാവരും ഒന്നും പറയണില്ല. കുറച്ച് ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, പൈസ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന്റെ അവസ്ഥകളൊക്കെ മാറ്റണ്ടാവും. അത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, അതിന്റെ അപ്പുറത്ത് കുറച്ചുകൂടി കണ്ട അതും കിട്ടിയിരുന്നെങ്കിൽ, അതല്ല കുറച്ചുകൂടി കണ്ട അതും കിട്ടിയിരുന്നെങ്കിൽ, 10 കിട്ടിയാൽ 100, 100 കിട്ടിയാൽ 1000, അതൊക്കെ മനുഷ്യന്റെ സ്വാഭാവികമാണ്. അപ്പൊ അങ്ങനൊക്കെ വരുമ്പോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക, ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്തി തന്നാൽ നിങ്ങൾക്ക് ഇതല്ല അതിനപ്പുറം ഞാൻ തരും, അല്ലെങ്കിൽ ഞാൻ ഒരാടിനെ വിട്ടിട്ട് കർമ്മം തരാം, അത് ചെയ്യാം ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോ അത് വാങ്ങിച്ചെടുക്കാൻ ഈ വന്നിരിക്കുന്ന മൂർത്തികൾക്ക്, അതായത് ചാത്തൻ തന്നെയാ, ഞാൻ ആരാധിക്കുന്നതും ചാത്തൻ തന്നെയാ, അല്ല മറ്റൊരാൾ ആരാധിക്കും ചാത്തൻ തന്നെയാ, കൊല്ലാൻ വന്നിട്ടുള്ളതും ചാത്തൻ തന്നെയാ. എന്നാൽ ഈ കൊല്ലാൻ വന്നിട്ട് ഉള്ള ആ വ്യക്തിയുടെ വീട്ടിലും ചാത്തനുണ്ട്. അപ്പോൾ ഓരോ കുടുംബത്തിലും ആ കുടുംബത്തിന്റെ പ്രത്യേകത, തറവാടിന്റെ പ്രത്യേകത, ഗുരുമുത്തച്ഛന്മാർ പഠിപ്പിന്റെയും ആ മൂർത്തികളുടെയും ഒരു കൂട്ടുകെട്ടിന്റെ വലിപ്പമാണ്. ഞാൻ പറഞ്ഞു അവിടെയും ചാത്ത ഇവിടെയും ചാത്ത എല്ലായിടത്തും ചാത്തുണ്ട്. ഈ ശക്തി ഒന്നാണെങ്കിൽ തന്നെ അതാത് കുടുംബത്തിലെ ഗുരുമുത്തച്ഛന്മാരുടെയും മന്ത്രമൂർത്തികളുടെയും കെട്ടുറുപ്പും അവിടുത്തെ പ്രാർത്ഥന വൈദഗ്ധ്യമാണ് അതിനെ വലുതാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് പറയണമെന്ന് പറഞ്ഞാൽ ചാത്തനോട് തന്നെ നമുക്ക് പറയാം, ഓ ഭഗവാനെ ഇതാ ആളാണ്, അല്ലെങ്കിൽ ചാത്തനാണ് ആവാഹിക്കുന്നത് എങ്കിൽ തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കത് ആവാഹിക്കാം. അല്ലെങ്കിൽ പ്രത്യങ്കിരാണ്, സുദർശനം ആയിക്കോട്ടെ, ജപിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനെ കിട്ടാനായിട്ട് വായിച്ചു കിട്ടുന്നില്ല. അതിപ്പോ ചാത്തൻ്റെതായ ബാധാദോഷം ലഗ്ന ശരീരത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും വിട്ടുമാറട്ടെ, ഞാൻ വെച്ചിരിക്കുന്ന ആ ഉപാധിയിലേക്ക് ആ നാണയത്തിലേക്ക് ചാത്തന്റെ ബാധകള് വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞ് വായിച്ചു അതൊന്ന് വെച്ച് കഴിഞ്ഞാല് പ്രശ്നം നോക്കുകയാണ്. അപ്പോൾ സാധാരണ ഒഴിവ് നോക്കാന്ന് പറയും. അതായത് കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ചു കഴിഞ്ഞാല് ആവാഹനത്തിൽ ചിലപ്പോൾ പെട്ടിട്ടുണ്ടായിരിക്കില്ല, ആവാഹിച്ചതിൽ ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അറിയാത്തവര് പലരും പല ജ്യോത്സ്യന്മാർക്കും, എല്ലാവരും പറഞ്ഞു ജ്യോത്സ്യന്മാരെന്ന് പറഞ്ഞാൽ വലിയ വലിയ ആളുകളൊന്നും ഇതിലേക്ക് തലയിടണ്ട, ഇപ്പൊ സാധാരണക്കാര്, അപ്പൊ എല്ലാവർക്കും ചിലപ്പോ വലിയ അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ചെറിയ അറിവായാലും കർമ്മങ്ങൾ ചെയ്യാനും ആവാഹിക്കാനായിട്ട് അവർ ശ്രമിക്കും. ഒക്കെ വയറ്റിപ്പിഴപ്പാണ്. കാരണം ഓരോ തലമുറകളുടെ പിന്മുറ അതിനെ പറ്റി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഇത് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അവർ വേലയും വിളക്കും ധർമ്മദേവാദികളും അമ്പലം പൊട്ടിലൊക്കെ ആകുമ്പോൾ ഒരു നേരം വിളക്ക് വയ്ക്കാൻ അവരെ ശുശ്രൂഷിക്കാനും നിൽക്കുമ്പോൾ ചിലപ്പോൾ മറ്റൊരു പണിക്കോ പോകാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇവര് ഇതിനെ ആശ്രയിച്ചിട്ടാവും. അപ്പൊ ആ വരുന്നതിനെ വരുമാനം ലാക്കാക്കിയിട്ട് നിൽക്കുക. അപ്പൊ ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് എന്താ, നമുക്ക് പറയാൻ സങ്കടം പറയാനുള്ള ചാത്തനോട് തന്നെ, ഭഗവാനെ അപ്പൊ ചാത്തന്റെ ദോഷങ്ങൾ കേട്ട് വായിച്ചിട്ട് കിട്ടണില്ല വെച്ചെങ്കിൽ ഭഗവാനെ സ്വാമി ആളെ കിട്ടണില്ലല്ലോ, എന്താ ചെയ്യണ്ടേ? അപ്പോഴും നമുക്ക് തോന്നും, നമുക്കൊരു പുത്തൻ എനർജിയെ നമുക്ക് ഉണ്ടാകുക, അല്ലെങ്കിൽ ഒന്നുകൂടി നമുക്കത് ചെയ്യാൻ തോന്നും. അപ്പൊ നമുക്ക് 1-2 തവണ ചെയ്ത എന്ത് കാര്യത്തിനൊരു നിരാശ വരിക. അപ്പൊ അങ്ങനെ നിരാശ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മൈൻഡ് മാറി നമ്മൾ ആ ഒരു നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും നമ്മൾ പോസിറ്റീവ് എനർജിയായി നമ്മൾ അതേപോലെ തന്നെ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും അത്. കാരണം ഞാൻ പറഞ്ഞു, മറ്റൊരു വിട്ടിട്ടുള്ള ആൾക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേ പറ്റുള്ളൂ. ചിലരൊക്കെ പറയും, നീ എന്നെ കാണിക്കേ, നീ എന്നെ പിടിക്കുക, നീ വലിയ ആളാണെങ്കിൽ നീ എന്നെ പിടിക്കുക, ഞാൻ ആരാണ് ഞാൻ കാണിച്ചു തരാം എന്ന് ചാത്തനോ അല്ലെങ്കിൽ ഈ പ്രേതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ അവര് വെല്ലുവിളിയൊക്കെ നടത്തും. പക്ഷെ കർമ്മമായിട്ടാണ് ആവാഹിക്കുന്ന സമയത്ത് അവര് നിശ്ചലമായിട്ടുള്ള അവസ്ഥയിൽ അവിടെ ഇരിക്കുക, അവരൊന്നും ചെയ്യാൻ പറ്റില്ല. ആ വായിച്ചാൽ അവർ കൃത്യമായിട്ട് വിട്ടുപോരും. എങ്കിലും ആ സമയങ്ങളിലൊക്കെ അവർ വെല്ലുവിളിയിൽ ഭയങ്കരമായിട്ട് അവർ നിന്നുകൊണ്ടിരിക്കും. അത് അവരുടെ ഒരു ശക്തിയാണ്, അല്ലെങ്കിൽ അവരുടെ ചൈതന്യം, അവരുടെ അവസ്ഥയാണത്, എന്തിനും പ്രതിരോധിച്ച് നിർത്തുക എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു, കർമ്മങ്ങൾ ചെയ്ത് അവന്റെ ശക്തിനെ ഇല്ലാതാക്കി വരുമ്പോൾ നമുക്ക് തോന്നും അഹങ്കാരം ഉണ്ടായിട്ട് കാര്യമില്ല. കർമ്മം ചെയ്യുന്ന കർമ്മിക്ക് അഹങ്കാരം ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം ആ കർമ്മിയുടെ മന്ത്രജപങ്ങള് അല്ലെങ്കിൽ സംഖ്യകള് അത് ഉണർവ് ഇരുന്ന് ചെയ്യുന്നത് ഒക്കെ. പക്ഷെ ഇതിങ്ങനെ ചെയ്യണ്ടെങ്കിലും ഇതിന് വഴി വെട്ടി തെളിച്ച് കയറി അടച്ച് വെടിക്കുക എന്ന് പറഞ്ഞ പോലെ അതിനെ കൈകാര്യം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ധർമ്മദേവാദികളും അതേപോലെ തന്നെ ഒരു ഉപാസനമൂർത്തിലും ഗുരുമുത്തച്ഛന്മാരാ. അപ്പൊ ഞാനാണ് വലിയ ആള്, എല്ലാം എനിക്ക് തീർന്നു, എനിക്ക് എല്ലാം കൊണ്ട് എന്റെ സഹായത്താണ് എല്ലാ മൂർത്തികളും എന്റെ കൈപ്പിടിയിൽ ഒതുക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അവരുടെ മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇല്ല എന്ന് വരും. പക്ഷെ അവരെ ബോധിപ്പിക്കാം, ഞാനൊക്കെ ചെയ്തിട്ടാ, നമുക്കൊന്നും കുഴപ്പമുണ്ടാവില്ല, അതൊക്കെ ശരിയായിക്കൊള്ളും, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയാം. പക്ഷെ ഇത് അവിടെ ചെല്ലുമ്പോഴേക്കും ഇതിൽ ശക്തിയായിട്ട് ഈ കുട്ടിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ശരീരത്തിൽ ഇളകുക. അപ്പോൾ അഹങ്കാരം ഒരിക്കലും പാടില്ല. അപ്പൊ ഞാനല്ല, എൻ്റെ അച്ഛനാ, എൻ്റെ മുത്തച്ഛനാ, എൻ്റെ ദൈവങ്ങളാണ്
ഈ കർമ്മ മേഖലയിൽ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് വലിയ റോളില്ല, പക്ഷെ ഞാൻ ചെയ്യുമ്പോഴാണ് ഇവരിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുക. ഏതൊരു കുടുംബത്തിലും കർമ്മികളുടെ അല്ലെങ്കിൽ അങ്ങനെ അതാണല്ലോ, ഒരു മക്കൾക്ക് ഒപ്പം അച്ഛൻ ഉണ്ടായിരിക്കും, അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ മൂത്തവരുണ്ടായിരിക്കും. ഒരു നടക്കാൻ പറ്റാത്ത നടന്നു തുടങ്ങുന്ന ചെക്കൻ, ഒരു ചെറിയ ചെക്കനാണ്, അദ്ദേഹം വീഴുവോ എന്നുള്ളൊരു ആകാംക്ഷ അവരുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ കൂടപ്പിറപ്പുകൾക്കും ഉണ്ടായിരിക്കാം. അപ്പൊ അതേപോലെ തന്നെ കർമ്മത്തിലും അപ്പൊ നമുക്ക് അത് പരീക്ഷിച്ചറിയാവുന്നതാണ്. അപ്പൊ അത് മാന്യമായ കാര്യങ്ങൾക്ക് മാത്രം അത് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു കർമ്മിയുടെയും അഹങ്കാരമാണ് ചാത്തൻ. അതിൽ യാതൊരു ഇതില്ല, കട്ടയ്ക്ക് നിൽക്കും ആള്. അപ്പൊ ആൾക്ക് വേണ്ടെന്ന് പറഞ്ഞാല് മദ്യം, മാംസം, ഗുരുതി അല്ലെങ്കിൽ തവിട്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടത്. അപ്പൊ അതിലെന്താണ് സംഭവിച്ചാല്, ഈ മദ്യം മാംസമൊക്കെ കാണുമ്പോൾ സാധാരണ കർമ്മികൾക്കൊക്കെ അതൊരു പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സംഭവം. കാരണം മദ്യം അത് സ്വല്പം ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവൻ എത്ര കഴിച്ചാലും മതിയാവില്ല. അതേപോലെ തന്നെ മാംസമായാലും ശരി, അത് കഴിക്കും തോറും അവന് വീണ്ടും മദ്യം കഴിക്കാനായിട്ട് തോന്നും. അങ്ങനെ കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വെറും മദ്യപാനിയായിട്ട് മാറും, മദ്യപനായിട്ട് മാറും. മദ്യം കഴിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ മദ്യപാനിയായിട്ട് മാറും. ദൈവത്തിന് പ്രശ്നമില്ല, ദൈവം അതേപോലെ തന്നെ നിൽക്കും. പക്ഷെ ഈ കർമ്മി നാലാളുടെ മുന്നിൽ വെച്ചിട്ട് നാണക്കേടാവും. അയാൾ വെള്ളടിച്ചിട്ടാ എന്തൊക്കെ പറയണേ, അയാളെ കേൾക്കണ്ടേ. അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ കാര്യമായിരിക്കും, പക്ഷെ ഈ വെള്ളടിച്ചുകൊണ്ട് പറയുമ്പോൾ അതൊരു ആഭാസമായിട്ട് വരിക. അങ്ങനെ ആകുമ്പോൾ ചിലവർക്ക് ഇതിനുള്ള വിശ്വാസം ഉണ്ടാവില്ല. നല്ല പവറായിട്ട് വരുന്ന സമയത്ത്, നല്ല ശക്തിയായിട്ടോ നല്ല സാമ്പത്തികമായിട്ടോ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് വരുന്ന സമയത്ത് ഇദ്ദേഹം ബ്ലഡ് ഛർദ്ദിച്ചിട്ട് മരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരിക. അപ്പൊ അതൊക്കെ അനർത്ഥങ്ങളാണ്, അതൊക്കെ ഒന്നും ആവശ്യമില്ലാത്തതാണ്. ഭഗവാൻ കൊടുക്കുക, ഭഗവാൻ ഇഷ്ടമുള്ളത് ഭഗവാൻ കൊടുക്കുക. അദ്ദേഹത്തിന് വയറു നിറച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഭക്ഷിക്കാനുള്ള ഇഷ്ടമുള്ള വസ്തുക്കൾ കൊടുക്കുമ്പോൾ അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മമേഖലയ്ക്ക് വിജയം ഉണ്ടാക്കി തരിക, അതിലൊരു ഈശ്വരാധീനം, നമ്മൾ എന്ത് തൊട്ടാൽ കൈപ്പുണ്യം ഉണ്ടാകുക. നാലാൾ പറയാ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി സാധിക്കൂട്ടാ എന്ന് പറയുമ്പോൾ അത് കാണാൻ നമുക്ക് കേൾക്കാനും നമുക്കൊരു ആഗ്രഹം. നമ്മുടെ ബന്ധുമിത്രാദികൾക്കും അത് കേൾക്കുമ്പോൾ ഒരു ആഗ്രഹം. അവന്റെ അടുത്ത് പോയ നമ്മുടെ ഇന്ന ആളാണ് കേട്ടാ, അല്ലെ മാമന്റെ മോനാ, അല്ലെങ്കിൽ അത് ഞങ്ങളുടെ ആളാണ് കേട്ടാ, ഞങ്ങൾ അത്രയും വേണ്ടപ്പെട്ടവരാണ്, ഞങ്ങൾ ഗഡികളാ എന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വരെ ഒരു വ്യക്തിയുടെ ഉയർച്ച അല്ലെങ്കിൽ അവന്റെ കഴിവ് അവർക്ക് അത്രയും ഒരു ഇഷ്ടമായിരിക്കും. എന്നാലോ ഇദ്ദേഹം വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാലോ ബന്ധു ആകെ വെള്ളടിച്ച് ആകെ അലമ്പ, അവനും അതേപോലെ തന്നെ. അപ്പൊ അങ്ങനെ പറയുന്ന വിലയിരുത്തുന്നവരുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് മദ്യം കഴിക്കരുത്, പ്രത്യേകിച്ച് കർമ്മികള്. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇരട്ടി പവർ ഉണ്ടായിരിക്കും, രാക്ഷസീയമായിട്ടുള്ള ശക്തി ഉണ്ടാകുക. പക്ഷെ അത് ചിലപ്പോ ഗുണത്തെക്കാളേറെ ദോഷത്തിലേക്കാ വരിക. നമുക്ക് കാര്യം നടക്കണം. ആ കാര്യം നടക്കാൻ നമ്മൾ നിസ്സഹായനാണ്. പക്ഷെ നമുക്ക് പവർ ഉണ്ട്. ആ പവറാണ് നമ്മുടെ ശക്തി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നിരാശ വരില്ല. ശരിയെന്ന് നോക്കട്ടെ, ഒക്കെ ഞാൻ നടത്തി തരുന്നല്ല പറഞ്ഞു, ഞാൻ നോക്കട്ടെ അല്ല അങ്ങനല്ല സ്വാമി, ഇത് ഇങ്ങനെയാണ് സ്വാമി, അവരിത് കാണാൻ അവര് വ്യക്തി വന്നു കഴിഞ്ഞ് 100 കാര്യം അവർക്ക്, ഇത് കഴിഞ്ഞത് അത് കഴിഞ്ഞത് ഒരെണ്ണം തന്നെ ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുന്ന സമയത്തോ ഇവര് 100 കാര്യങ്ങൾ പറയാം. അപ്പൊ എങ്കിലും ആ വിശ്വാസത്തിനനുസരിച്ച് ചെയ്യുമ്പോൾ ആ വ്യക്തികൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകാനായിട്ട് വഴിയുണ്ട്. അപ്പൊ അത് ഈ അടിയുറച്ച വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കുറെ കാലം ഇരുന്ന് തപസ് ചെയ്തു, ആ തപസ്സിന് ഗുണമുണ്ട്, പക്ഷെ അത് എല്ലാം തായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ചില തലമുറകള് ആ മാന്ത്രിക കുടുംബങ്ങളൊക്കെ ഉള്ള കുടുംബക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രത്യേക ഒരു ശക്തിയും ചൈതന്യം, അവരുടെ അനുഗ്രഹം, ഗുരുമുത്തച്ഛന്മാരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അത്തരം കുടുംബക്കാരോ അത്തരം വ്യക്തികളോ അതിനെ നിലനിർത്താൻ നോക്കുക. അവരുടെ മുത്തച്ഛന്റെ ശക്തി, ആ മുത്തച്ഛന്റെ ശക്തി ഉണരുമ്പോഴാണ് ഈ ദൈവങ്ങളൊക്കെ അതിൻ്റെ ഒപ്പം നിൽക്കുക. എന്നാൽ ദൈവങ്ങൾക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, മുത്തപ്പനാണ് അവരുടെ ഉപാസകൻ. ആ ഉപാസകനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അവരെല്ലാവരും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പൊ അത് അവർ മാന്യമായിട്ടുള്ള കാര്യങ്ങൾ, ഒരാളെ കൊല്ലാനോ ഉപദ്രവിക്കാനോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരോട് നിർബന്ധിച്ചിട്ടൊന്നൊരു കാര്യമില്ല. ഓ ഭഗവാനെ ഇന്ന ആളിന് വിഷമമായിട്ട് വന്നിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഞാൻ ഇന്ന മാതിരി ചെയ്യണ്ടിട്ടാ, അതിന്റെ ഫലങ്ങൾ ഉണ്ടാക്കി തരണേ ഈശ്വര. അത് അദ്ദേഹത്തിനോടൊരു അപേക്ഷയാണ്. അപേക്ഷയാകാം, ആജ്ഞ പാടില്ല. ആജ്ഞ വരുമ്പോ എന്ന് പറഞ്ഞാൽ അതൊരു അധികം ഉണ്ടാവില്ല. അതേ ഈ സാധനം ശരിയാക്കിയില്ലെങ്കിലോ അവനെ കൊന്നുകളയണം, അവനിക്കിനുമാതിരി സാധനങ്ങൾ ചെയ്തു തന്നിട്ടുള്ളതാ,
ഇല്ലെങ്കിലല്ലോ വലിച്ചെറിയാനേ എൻ്റെ സ്വഭാവം അറിയില്ലാട്ടാ എന്ന് ആരോട് പറയണ? നമ്മൾ കാലാകാലങ്ങളായിട്ട് തലമുറകളായിട്ട് പകർന്നു കൊണ്ടുവന്നിരുന്ന മൂർത്തി ആ ചാത്തനോടോ അല്ല കാളിയോടോ പറയണത് എൻ്റെ വിവരം നീ അറിയുന്നു. അവൻ്റെ ഒരു ശക്തിയല്ല, പക്ഷെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇരിക്കുന്ന വിഗ്രഹം മറച്ചിടാനോ അല്ല വെള്ളത്തിലിടാനൊക്കെ പറ്റും. പക്ഷെ അതിനെ 100 ഇരട്ടി അവൻ ചെയ്താലും പാപത്തിൽ നിന്നോ ദുരിതത്തിൽ നിന്നോ ഉപദ്രവത്തിൽ നിന്നോ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ഈശ്വരനെ അത് ഈശ്വരനാണ്. ദൈവത്തെ നമ്മുടെ അച്ഛനെ കൊണ്ട് അമ്മയെ കൊണ്ട് നമ്മൾ പടുപണി പണിപ്പിക്കില്ല. അമ്മയ്ക്ക് വിശക്കണ്ടമ്മ, അത് ചോറ് കഴിഞ്ഞ് തന്നാ നിങ്ങളുണ്ടാണെന്നേ, അതൊക്കെ നമ്മൾ അമ്മോട് പറയണതാണ്. ഈ ഭാഗങ്ങൾ ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ദൈവത്തിനോട് പറയാം, സ്വാമി ഒന്നും കിട്ടിയിട്ടില്ല കേട്ടാ, അല്ലെങ്കിൽ അതൊന്നും ശരിയായിട്ടില്ല, നിങ്ങൾ എന്തിട്ട് കളി കളിക്കണേ എന്നൊക്കെ നമുക്ക് സ്നേഹപൂർവ്വം ദൈവത്തിനോട് പരാതി പറയുന്നവരുണ്ട്. ഞാൻ പറയട്ട, കാരണം ഭഗവാൻ അത് ശരിയായില്ലപ്പ, എന്തു ഒരു പരിപാടി ഇത് എന്നൊക്കെ നമ്മൾ ചോദിക്കും. അത് എൻ്റെ അച്ഛനോട്, എൻ്റെ സുഹൃത്തിനോട്, എൻ്റെ ചേട്ടനോടൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ ദൈവത്തിനോടും അത് നമ്മുടെ സ്വന്തമായിട്ട് തോന്നുമ്പോൾ നമുക്ക് ഇത്തരം സങ്കടവും ദുഃഖവും വിഷമവും സീരിയസും ഒക്കെ പറയാനായിട്ട് പറ്റുക. ഇതൊക്കെ പറഞ്ഞാലും നേരത്തെ കഴിഞ്ഞ് അപ്പ സോറിട്ടാ, ആരും വിഷമം വിചാരിക്കരുത്. ഇനിയിപ്പോൾ എന്തെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കും, നമുക്കിവിടെ കർമ്മങ്ങളുള്ളതാണ്. ആ കർമ്മത്തിന് നമുക്ക് ഇന്ന് കിട്ടിയെന്ന് കഴിഞ്ഞാൽ അപ്പ ഇന്നത് ചെയ്യണ്ടിട്ടാ, ഇന്നമാതിരി ചെയ്യണ്ടിട്ടാ, ഇന്നമാതിരി ഇതായിട്ടുണ്ട്. അതൊക്കെ ആ ഒരു അധികാരമാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെയാണ്. ആ ഒരു ബോധം നമ്മളായ വ്യക്തികളിൽ ഉണ്ടാകും, കർമ്മികളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അതില് പഴയ കാലത്ത് തുള്ളിക്കഴിഞ്ഞാൽ പറയാ, നാഴിക്ക് തെണ്ടിച്ചാൽ 4 നാഴിക്ക് പരബോധ്യമാക്കി തരണ്ട്, പിന്നെയോ ഒരു കായാകഞ്ഞിക്ക് ഭംഗം വരുത്താതെ കണ്ട് ഞാൻ നിറവേറ്റിത്തരാൻ സന്താനങ്ങളെ എന്ന് പറയണം. ഒരു കായ്ക്ക് ഒരു കഞ്ഞിക്കും. അപ്പൊ അദ്ദേഹത്തിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ചതിക്കില്ല. പിന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും മിടുക്ക്, അവരുടെ ഭാഗ്യം, ധനപരമായിട്ട് പൊന്തി വരേണ്ട വെച്ചെങ്കിലൊക്കെ അവരുടെ ഭാഗ്യം, സമയത്തിന്റെ അനുകൂലം, മിടുക്കും. ഇനിയിപ്പോ എന്തുണ്ടെങ്കിലും ശരി, എനിക്കതൊന്നും വേണ്ട, ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടല്ലോ അതിന് ധാരാളം എന്ന് വിചാരിക്കുന്നവർക്ക് ആ സംഭവം അവരുടെ കാലങ്ങളായിട്ട് തലമുറകളായിട്ടുണ്ടായിരിക്കും. അവിടെ ഉണ്ടായിരിക്കും ആള്. നമുക്ക് ധൈര്യമായിട്ട് ചെല്ലാം, ധൈര്യമായിട്ട് വരാം. അപ്പൊ അങ്ങനെ അപ്പൊ പറഞ്ഞു വന്നത്, ഏതൊരു വ്യക്തികളുടെയും പ്രത്യേകിച്ച് കർമ്മികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ചാത്തൻ.